പഠിച്ചിരിക്കണം. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിപ്പോഴും എവിടെ എത്തിയില്ല. ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ RSSന്റെ എന്താണ് എന്ന് അറിയാത്തവരാണ് പലരും. അറിയാത്തത് കൊണ്ടാണ് ഇതിൻ്റെ ഇപ്പം വലിയ നേതാക്കന്മാർ പലരും പലതെന്നും വരുന്നവരാണ്. പക്ഷെ അവർക്ക് RSS എന്താണെന്ന് അറിയില്ല. രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറഞ്ഞാൽ ഞാൻ രാഷ്ട്രത്തിന് എന്ത് ചെയ്തു എന്നുള്ളതാണ്, എനിക്ക് രാഷ്ട്രം എന്ത് തന്നു എന്നുള്ളതല്ല. മനസ്സിലാക്കണം. അതൊന്ന്. അപ്പോൾ ആ വിചാരത്തോടു കൂടിയായിരിക്കണം, ആ അർപ്പണബോധത്തോടു കൂടിയായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. പിന്നെ സ്ഥാനമോഹങ്ങൾ പലരും വരും, പലരും പോകുമ്പോൾ ഈ പറഞ്ഞ മാതിരി പലരും അതിൻ്റെ ഇടയ്ക്ക് വിട്ടു പോകുന്നതും, പക്ഷെ പ്രസ്ഥാനവും അതിനോട് കൂറുള്ളവരും എന്നും നിൽക്കും. നമ്മുടെ ഈ ദക്ഷനാട്ടുകാരെ ചില്ലറ ഇതുള്ള ആളൊന്നുമല്ല. അശോകേട്ടനെ നിങ്ങൾക്ക് അറിയാം, പേര് കേട്ടിട്ടുണ്ടായിരിക്കാം, ഈ ചെത്തല്ലൂരുള്ള ആളാണ്. അവരൊക്കെ പിന്നാലെ ഒപ്പം തായിട്ടില്ല. അപ്പോൾ അങ്ങനെ അന്ന് അപ്പം ഈ പറഞ്ഞ മാതിരി ഞങ്ങൾ ചിലപ്പോൾ ചൂട്ട് കത്തിച്ചുകൊണ്ടാണ്. അന്ന് RSSകാരനാണ് വേണമെന്ന് പറഞ്ഞാൽ പച്ചവെള്ളം കിട്ടില്ല. അങ്ങനെ ഇവിടെ ചില കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങൾ എനിക്കിപ്പോഴും അറിയാം, അവരുമായിട്ടുള്ള ബന്ധമുണ്ട്. അവരൊക്കെയാണ് ഞങ്ങളെപ്പോൾ ഇതുമാതിരി ആക്കി തീർത്തുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രസ്ഥാനത്തിൽ നമ്മളെല്ലാം ഇനിയും എത്രയും ഇപ്പം പറയുമ്പോൾ ഇപ്പം നമുക്ക് ഭയമില്ല, വരുന്നില്ല. ഇന്ന് നമ്മൾ രാഷ്ട്രത്തിൻ്റെ മാത്രം ലോകത്തിൻ്റെ നെറുകയിലിരിക്കുന്ന ഒരു നേതാവിന് അല്ലെങ്കിൽ ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു ലെവലിലേക്കാണ് ഭാരതീയ ജനതാ പാർട്ടിയും അല്ലെങ്കിൽ RSS എന്നുള്ള സംഘടന. 3 കോടിക്ക് മേലെ മെമ്പർഷിപ്പ് ഉള്ളതാണ് RSS. ചിലരൊന്നുമല്ല, അത്രയും ഇതുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ നമ്മളെല്ലാം ഇന്ന് ജീവിച്ചിരിക്കും, നമുക്ക് ചെയ്യുന്നുള്ളത് നമ്മളെല്ലാവരും അഭിമാനിക്കണം. അതിനുവേണ്ടി നമ്മൾ സർവ്വ പ്രാർത്ഥന. വന്ദേ മാതരം ഓർമ്മയുണ്ടായിരിക്കില്ല. അപ്പൊ എല്ലാവരും അത് ഓർമ്മയുണ്ടായിരിക്കണം. നമ്മളൊരു രാഷ്ട്രത്തിന്റെ ചില്ലറ ആൾക്കാരല്ല. നമ്മളിന്ന് ഇപ്പൊ എനിക്ക് 76 വയസ്സായി. ഞാൻ ഇന്ന് എന്തുകൊണ്ടത് എനിക്ക് ഞാനൊരു യാത്രയൊക്കെ നടത്തിയപ്പോൾ പറഞ്ഞു, കാശിരിമ്പടൊക്കെ പോയപ്പോൾ കഫക്കെട്ടും അതൊക്കെ ഇതായിട്ട് അപ്പോൾ ഞാൻ ഈ പ്രസ്ഥാനത്തിന് സുബ്രഹ്മണ്യക്കാരെ ഇതിനോടുള്ള കൂറുകൊണ്ട്, കാരണം ഇതിനെ ഇനിയും എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാനുള്ള വെമ്പൽ കൊണ്ട് പോകുന്നതാണ്. അപ്പൊ നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരിനി ഞങ്ങൾ ഇതുണ്ട് വേണ്ടത് എന്ത് ചെയ്യാം. ഞങ്ങളൊന്നും സ്ഥാനത്തിൻ്റെ ഇതിലൊന്നുമില്ല. പക്ഷെ നിങ്ങൾ വളരുന്ന കാണണം, നമ്മളിവിടെ പിടിക്കുന്നത് കാണണം, നമ്മൾ നല്ല ഈ സംസ്കാരത്തിന് ഉയർത്തിപ്പിടിക്കുന്നത് കാണണം. അതിന് വേണ്ടിയിട്ട് ഇന്ന് വരുന്ന അപ്പൊ അതിൽ ഇരിക്കുന്നവരെല്ലാവരും ചെറുപ്പക്കാരൻ. എന്നേക്കാൾ വളരെ സിന്ധു മാത്രമേ ലേശം വയസ്സ് ഇതുണ്ടാവും. മറ്റൊരു അല്ലേ അപ്പൊ നല്ല നേതാക്കന്മാരായി ഇരിക്കുന്നവരാ ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾ വളരെയധികം ഊർജ്ജസ്വലരായിരിക്കണം. യാതൊരു തരത്തിലുള്ള അതായത് നമുക്ക് ധന മന സാനം ഇതിൽ മോഹിക്കാതെ, ഇതിൽ പറയുമ്പോൾ ഇനി ഇതിൽ വീഴ്ത്താൻ വേണ്ടി പലരും വരും, പലതിലും ഉണ്ടാവും. നമുക്ക് ഇത്ര തരാം, നിങ്ങൾക്ക് ജീവിത സൗകര്യമല്ലേ വേണ്ടത്, നിങ്ങൾക്ക് പിന്നെ എന്താ വേണ്ടത്, ഇതൊക്കെ എന്നോട് പലതില്ല എൻ്റെ മുമ്പിലൊക്കെ വന്നിട്ടുള്ളതാണ്. എനിക്ക് അറിയാം ഇതിന് മുമ്പോ. അപ്പോൾ ഇതല്ലേ വേണ്ടത്, ജീവിത സൗകര്യമല്ലേ മനുഷ്യന് ആദ്യം വേണ്ടത് എന്നൊക്കെ ചോദിക്കും. പക്ഷെ അതിൻ്റെ പിന്നാലെ പോകാതെ നമ്മളായിട്ട് നിൽക്കണമെങ്കിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ കൊടിയും പിടിച്ചുകൊണ്ട്